PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 17 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതി ഏത്? ഉപജീവന കൃഷി. കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതി ഏത്? ഉപജീവന കൃഷി. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഏത് കൃഷിരീതിയിലാണ്? ഉപജീവന കൃഷി. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഉപജീവന കൃഷിയിലാണ്. ലാഭം നേടുക എന്നത് പ്രാഥമിക ലക്ഷ്യമല്ലാത്തതും ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? ഉപജീവന കൃഷി. അതായത് ലാഭം നേടുക എന്നത് പ്രാഥമിക ലക്ഷ്യമല്ലാത്തതും ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? ഉപജീവന കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സമ്മിശ്ര കൃഷി. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? സമ്മിശ്ര കൃഷി. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യുന്നത് ഏത് കൃഷിരീതിയിലാണ്? സമ്മിശ്ര കൃഷി. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്കാവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും തിരിച്ചും ലഭിക്കുന്നു. ചെലവ് താരതമ്യേന കുറവായിരിക്കും. എന്നിവ ഏത് കൃഷിരീതിയുടെ പ്രത്യേകതയാണ്? സമ്മിശ്ര കൃഷി. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും തിരിച്ചും ലഭിക്കുന്നു. ചെലവ് താരതമ്യേന കുറവായിരിക്കും. എന്നിവ ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്? സമ്മിശ്ര കൃഷി. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നതിനെ തുടർന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ കോളനി രാജ്യങ്ങളിൽ അവർ പ്രോത്സാഹിപ്പിച്ച വിളകളേവ തോട്ടവിളകൾ. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമാണ് ഇത് ബ്രിട്ടൻ കേട്ടോ. അപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നതിനെ തുടർന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ കോളനി രാജ്യങ്ങളിൽ അവർ പ്രോത്സാഹിപ്പിച്ച വിളകളേവ തോട്ടവിളകൾ. തോട്ടവിളകൾക്ക് ഉദാഹരണങ്ങളേവ? തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് കേട്ടോ. അപ്പോൾ തോട്ടവിളകൾക്ക് ഉദാഹരണങ്ങളാണ് തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക്. വൻതോതിൽ തോട്ടവിള കൃഷി ആരംഭിച്ചത് ഏത് യൂറോപ്യന്മാരുടെ വരവോടെയാണ്? ബ്രിട്ടീഷുകാരുടെ. വൻതോതിൽ തോട്ടവിള കൃഷി ആരംഭിച്ചത് ഏത് യൂറോപ്യന്മാരുടെ വരവോടെയാണ്? ബ്രിട്ടീഷുകാരുടെ. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്? തോട്ടവിളകളുടെ. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്? തോട്ടവിളകളുടെ. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് എങ്ങനെ? വാണിജ്യവിള കൃഷി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വാണിജ്യവിള കൃഷി എന്ന് അറിയപ്പെടുന്നു. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുള്ള കൃഷി ഏത്? വാണിജ്യവിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുള്ള കൃഷിരീതി ഏത്? വാണിജ്യവിള കൃഷി. വാണിജ്യവിളകൾക്ക് ഉദാഹരണങ്ങളേവ? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. വാണിജ്യവിളകൾക്ക് ഉദാഹരണങ്ങളാണ് റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി ഏത്? വാണിജ്യവിള കൃഷി. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷി ഏത്? വാണിജ്യവിള കൃഷി. ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്. അപ്പോൾ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തിയുടെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. പരുത്തിയുടെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളേവ? നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഓക്കെ, അപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്? പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളേവ? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളേവ? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ.
തുണി വ്യവസായം എന്തിനു ഉദാഹരണമാണ്? കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് കേട്ടോ. തുണി വ്യവസായം എന്തിനു ഉദാഹരണമാണ്? കൃഷി അധിഷ്ഠിത വ്യവസായം. തുണി വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷികോൽപ്പന്നം ഏത്? പരുത്തി. തുണി വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷികോൽപ്പന്നമാണ് പരുത്തി. പഞ്ചസാര വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷികോൽപ്പന്നം ഏത്? കരിമ്പ് കേട്ടോ. അപ്പോൾ പഞ്ചസാര വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കാർഷികോൽപ്പന്നമാണ് കരിമ്പ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളേവ? ധാതുക്കൾ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ലോഹധാതുക്കൾ ഉദാഹരണങ്ങളേവ? ലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങൾ കേട്ടോ. ഹേമറ്റൈറ്റ്, മാഗ്നൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. ലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങളേവ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. അലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങളേവ? മൈക്ക, വജ്രം, സിലിക്ക. അതായത് മണൽ, സിലിക്ക മണൽ കേട്ടോ. അലോഹ ധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ് മൈക്ക, വജ്രം, സിലിക്ക. ഇന്ധന ധാതുക്കൾക്ക് ഉദാഹരണങ്ങളേവ? കൽക്കരി, പെട്രോളിയം. ഇന്ധന ധാതുക്കൾക്ക് ഉദാഹരണങ്ങളേവ? കൽക്കരി, പെട്രോളിയം. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന വ്യവസായങ്ങളേവ? ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന വ്യവസായങ്ങളേവ? ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതു? ഇരുമ്പുരുക്ക് വ്യവസായം. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. വ്യവസായ മേഖലയുടെ നട്ടെല്ല്, പ്രാഥമിക വ്യവസായം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? ഇരുമ്പുരുക്ക് വ്യവസായം. വ്യവസായ മേഖലയുടെ നട്ടെല്ല്, പ്രാഥമിക വ്യവസായം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? ഇരുമ്പുരുക്ക് വ്യവസായം. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതെല്ലാം? ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലുമിനിയം വ്യവസായം. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതെല്ലാം? ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലുമിനിയം വ്യവസായം. സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത കുറയാൻ കാരണമായത് എന്തൊക്കെ? കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം. അപ്പോൾ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത കുറയാൻ കാരണമായത് എന്തൊക്കെയാണ്? കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് രാജ്യത്തെ കാർഷിക രംഗം അഭിമുഖീകരിച്ച വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് രാജ്യത്തെ കാർഷിക രംഗം അഭിമുഖീകരിച്ച വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായുണ്ടായ പ്രധാന നടപടി എന്ത്? ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. അപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമുണ്ടായ പ്രധാന നടപടി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ എത്രത്തോളം ഭൂമി വേണം എന്നുള്ളതിന് ഒരു പരിധി നിശ്ചയിച്ചു. ഭൂപരിഷ്കരണ പ്രകാരം പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ എങ്ങനെ കണക്കാക്കി? മിച്ച ഭൂമിയായി മാറി കേട്ടോ. അപ്പോൾ ഭൂപരിഷ്കരണ പ്രകാരം പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ എങ്ങനെ കണക്കാക്കി? മിച്ച ഭൂമിയായിട്ട് കണക്കാക്കി. ഭൂപരിഷ്കരണ ഫലമായുള്ള മിച്ച ഭൂമിയെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അപ്പോൾ ഭൂപരിഷ്കരണ ഫലമായുണ്ടായ മിച്ച ഭൂമിയെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനം കേരളം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ കേട്ടോ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിങ്ങിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ആരുമായി സഹകരിച്ചാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയത്? നോർമൻ ഇ ബോർഗോലുമായി. ആരുമായി സഹകരിച്ചാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയത്? നോർമൻ ഇ ബോർലോഗുമായി. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങളായവ? പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം. ഓക്കെ അപ്പോൾ ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങളായവ? പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം. ഇനി ഒരു ബോക്സിൽ കുറച്ച് ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതി ഏത്? ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതി ഏത്? ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ആയതിനാൽ ഹരിത വിപ്ലവം ഏതു പേരിലും വിശേഷിപ്പിക്കപ്പെടുന്നു? ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു.
അതായത് ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലായതിനാൽ ഹരിത വിപ്ലവം ഏതു പേരിലും വിശേഷിക്കപ്പെടുന്നുണ്ട്? ഗോതമ്പ് വിപ്ലവം എന്ന പേരിലും വിശേഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധന, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധന, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന പരിമിതികൾ എന്തെല്ലാമായിരുന്നു? ജലം അമിതമായി ഉപയോഗിച്ചതിലൂടെ ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന പരിമിതികളായിട്ട് പറയുന്നത് എന്താണ്? ജലം അമിതമായി ഉപയോഗിച്ചതിലൂടെ ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഇനി അടുത്ത പോയിന്റ്, ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര്? നോർമൻ ഇ ബോർലോഗ്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര്? നോർമൻ ഇ ബോർലോഗ്. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നോർമൻ ബോർലോഗിനാണ് കേട്ടോ. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നോർമൻ ബോർലോഗിന്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ചെന്നൈയിൽ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28 കേട്ടോ. അപ്പോൾ ഡോക്ടർ സ്വാമിനാഥൻ ചെന്നൈയിൽ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവർ എങ്ങനെ അറിയപ്പെടുന്നു? ദരിദ്രർ. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവർ എങ്ങനെ അറിയപ്പെടുന്നു? ദരിദ്രർ. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ദാരിദ്ര്യരേഖ. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ദാരിദ്ര്യരേഖ. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജ്ജത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജ്ജത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കാനായി വികസിപ്പിച്ചെടുത്ത പുതിയ രീതി ഏത്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കാനായി വികസിപ്പിച്ചെടുത്ത പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI. ഏതൊക്കെ സ്ഥാപനങ്ങൾ ചേർന്നാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയത്? ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ. ഏതൊക്കെ സ്ഥാപനങ്ങൾ ചേർന്നാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയത്? ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി എത്ര സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്? 12 സൂചകങ്ങൾ കേട്ടോ. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായിട്ട് എത്ര സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്? 12 സൂചകങ്ങളെ. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ നില സൂചിപ്പിക്കുന്ന ബഹുമുഖ ദാരിദ്ര്യ സൂചിക അംഗീകരിക്കുന്ന സ്ഥാപനമേത്? നീതി ആയോഗ്. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യനില സൂചിപ്പിക്കുന്ന ബഹുമുഖ ദാരിദ്ര്യ സൂചിക അംഗീകരിക്കുന്ന സ്ഥാപനമേത്? നീതി ആയോഗ്. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾക്ക് ഉദാഹരണങ്ങളായവ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾക്ക് ഉദാഹരണങ്ങളായവ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത്? ജീവനം പദ്ധതി. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത്? ജീവനം പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത്? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത്? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക്